നമസ്കാരം. നിങ്ങളാരെങ്കിലും ട്രെയിനിൽ തീവണ്ടിയിൽ നിന്ന് പെണ്ണുങ്ങളെ കളിച്ചിട്ടുണ്ടോ? ഞാൻ കളിച്ചിട്ടുണ്ട് 2-3 പ്രാവശ്യം. അത് ട്രെയിനിനൊരു പ്രത്യേകത ഉണ്ട്. ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ലോങ് ജേർണി ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കമ്പാർട്ട്മെൻറ്റൊക്കെ പറ്റ കാലിയാവും. പിന്നെ ഒരു 3-4 മണിക്കൂറൊക്കെ ഓടി ഏതെങ്കിലും പ്രധാന സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് പിന്നെ ആൾക്കാരിങ്ങനെ ഇടിച്ച് കയറലും റഷും ഒക്കെ വരിക. ആ ഇടവേള ട്രെയിനിൽ നിന്ന് കളിക്കാൻ നല്ല സുഖമാണ്. ആ ട്രെയിനിൻ്റെ മൂവിങ് നമുക്ക് സപ്പോർട്ടാണ് തീവണ്ടി. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സെക്കന്ദരാബാദിൽ നിന്ന് ശബരി എക്സ്പ്രസ്സിൽ പോരുക. ഞാൻ ട്രെയിനിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ട്രൗസർ ഇട്ടൊരു പെണ്ണ് ബാക്ക് പാക്ക് എന്താ പറയുക, കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന്. അപ്പോൾ എനിക്ക് ഈ ലോവർ ബെർത്തുമാണ്, വിൻഡോ സൈഡിലെ സീറ്റാണ്. അപ്പോൾ ട്രെയിൻ പോണ ദിശയൊക്കെയാണ് ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കണം. ഓപ്പോസിറ്റല്ല, എൻ്റെ ബാക്കൊക്കെയല്ല ട്രെയിൻ പോകുക, മുന്നിക്കാണ്. കംഫർട്ടാണ്. അപ്പം ഞാനവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവളിങ്ങനെ തപ്പി സീറ്റ് നമ്പറൊക്കെ നോക്കി വരുമ്പോഴുണ്ട് എൻ്റെ ഓപ്പോസിറ്റാണ് അവൾ സീറ്റ്. അതിൽ ഇവളെൻ്റെ മുഖത്തോട്ട് നോക്കിച്ചു, അങ്കിളെ ഇവിടേക്ക് ഇരിക്കാവോ? എനിക്ക് ചിരിയാണ് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് കംഫർട്ടായിട്ട് ഇരിക്കണം, ഞാനാണ് പോകണം. നടക്കൂലാറ്. അതായത് ചില മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട്, നിൻ്റെ അങ്ങോട്ട് പൊളിഞ്ഞാൽ എൻ്റെ അങ്ങോട്ട് കയറിക്കോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അല്ല ഇത്ര വയസ്സും പ്രായമൊക്കെ ഉള്ള ഒരാളെ മാറ്റി അവൾക്ക് സുഖിച്ചിരിക്കാൻ. ഇവളുടെ ട്രൗസർ, പിന്നെ ഇവളെന്തൊക്കെ പൊറുകണ്ട് സാധനങ്ങളൊക്കെ വലിച്ച് കുറച്ച് മുകളിലേക്ക് വെക്കണം, കുറേ സാധനം അടിക്ക് വെക്കണം. പിന്നെ അപ്പോൾ ഇവളുടെ ഒപ്പം കുറേ കമ്പനികളുണ്ട് ഇതേ ക്വാളിറ്റി. ഇവളുടെ ട്രൗസർ എന്ന് പറഞ്ഞാൽ തൊടേൻ്റെ മുക്കാൽ ഭാഗം കാണാം, ലൂസായ ട്രൗസർ. പിന്നെ ഇവൾക്ക് എന്നോട് ദേഷ്യമല്ല, സഹയാത്രികനാണ്. ഒരു ദിവസം ഒരു രാത്രിയും ഒക്കെ ഒപ്പം ഉണ്ടാവണ്ടേ പിറ്റേ ദിവസം വരെ. അപ്പം തന്നെ അവളുടെ മോറുത്തറായി. പിന്നെ എന്നെ പറ്റി അവൾ എന്തൊക്കെയോ വിചാരിക്കണ്ട. പിന്നെ ഇവള് കാല് കയറ്റി വെച്ചിരിക്കണം, ഒരു കാലം എൻ്റെ സൈഡിൽ ചവിടണം, അത് ചെറിയ ട്രൗസർ ഇട്ടിട്ട്. ഇവളുടെ ട്രൗസറിൻ്റെ ഉള്ളിലെ ഓറഞ്ച് കളർ ഷെഡി വരെ എനിക്ക് കാണും ഇടയ്ക്ക്, മിന്നൽ പിണർ പോലെ. ഇവൾക്കറിയാം എൻ്റെ നല്ല പ്രായത്തിലാണെങ്കിൽ ട്രൗസറും ഷഡ്ഡിയും തുളച്ച് കയറ്റണം യന്ത്രമുള്ള ആളാണ്. ഇപ്പോഴും ഷഡ്ഡി വകഞ്ഞ് മറ്റേ ഒന്ന് കൊടുക്കണം, ആ ഇരിക്കണ പൊസിഷനിൽ എനിക്ക് കഴിയും. അപ്പോൾ ഇവളുടെ വിചാരം ഞാൻ ബുഡ ഹറാമിയാന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഒപ്പമുള്ള ഉള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ആണുങ്ങളും ഉണ്ടൊക്കെ ഉണ്ട്. അതിലുണ്ട് വേറൊരു സാധനം, അനാഥപ്രേതം പോലെ വരണം. സ്ലീവ്ലെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വള്ളിയുള്ളൂ, ഒക്കെ കാണാം. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഞാൻ കൂട്ടുകാരോടൊപ്പം പല വേശ്യത്തെരുവുകളിലും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ വേശ്യകളെ കളിച്ചിട്ടില്ല. ഭുവനേശ്വർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒറീസയിൽ. അവിടെ ഉണ്ട് നല്ല 16 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്. മുലമേ പിടിച്ച് നോക്കിയിട്ട് ബലം ഉണ്ടെങ്കിൽ അഡ്വാൻസ് കൊടുത്ത് കൊണ്ടുപോയാൽ മതി. അതിൽ പൂന നമ്പർ 7 ആംഗ്ലോ ഇന്ത്യൻ സ്ട്രീറ്റ്, അതുപോലെ മുംബൈ ചൗപ്പാത്തി, അതുപോലെ നമ്പർ എന്ന് പറയുന്ന കുറേ സംഭവമുണ്ട്, 207 304. ഇതിലൊക്കെ ഉണ്ട് വെടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. അതായത് ഇറക്കം കുറഞ്ഞ ട്രൗസർ അല്ലെങ്കിൽ മിഡി, അതായത് ആണുങ്ങളെ ആകർഷിക്കാം, നമ്മൾ ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ തൊടയും മുലയൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാം. അത് പിന്നെ അവരുടെ ജീവിതമാർഗം. ഈ തെണ്ടിച്ചുകൾ എന്തിനാ ഇത് കാണിച്ച് നടക്കണം? എന്നാൽ ആർക്കും കൊടുക്കുകയുമില്ല. കൊടുക്കുകയാണെങ്കിൽ നല്ലത്, കാണിച്ചോട്ടെ. പിന്നെ മലയാളികൾക്ക് കണ്ടാലും മതിയല്ല, വീട്ടിൽ പോയി വാണം അടിക്കാമല്ലോ. അങ്ങനെ ഒരു ഇനിയിപ്പോൾ ആരോടും പെർമിഷൻ എടുക്കണ്ടല്ലോ, പൈസ മുടക്കില്ല. അത് നല്ലൊരു സേവനമാണ് അവർ ചെയ്യണത്. ഇതൊക്കെ കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ പോന്ന് സന്ധ്യയായി, കുറേ രാത്രി ആയപ്പോൾ കേൾക്കണം ബെർത്തൊക്കെ ശരിയാക്കിയപ്പോഴാണ് ഓരോ പെണ്ണുങ്ങളുടെ ഒപ്പം ഈ ഒപ്പമുള്ള കമ്പനി അടുത്ത് വന്ന് എൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞ ആ ചരക്കിൻ്റെ അടുത്ത് വരുത്താൻ വന്നിരുന്നു. കിസ് ചെയ്യണം, മുലക്ക് പിടിക്കണം, അവളുടെ ടീഷർട്ടൊക്കെ പൊന്തി ഉള്ളിൽ കൂടിയൊക്കെ പിടിക്കാൻ. അപ്പം ഉണ്ട് 3 ഇരിക്കണ സീറ്റിലാണ് ഞാനിരിക്കണേ. അവർ നേരെ ഓപ്പോസിറ്റ്. ഇടത്തെ സൈഡിൽ വിൻഡോ സൈഡിൽ ഒരു കുലസ്ത്രീ ഇരിക്കുന്നുണ്ട് സിംഗിൾ സീറ്റിൽ. ഇത് അസ്വസ്ഥയാക്കണ കുറേ നേരമായി. കാരണം അതേപോലെയാണ് ഇവരുടെ പെർഫോമൻസ്. എനിക്കതൊക്കെ കാണുന്ന സന്തോഷമാണ്. കാരണം പണ്ട് ഞാൻ ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാര്യ ഭർത്താക്കന്മാരിങ്ങനെ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് മധുവിധു പോവുക.
അപ്പോൾ ട്രെയിനിൽ നിന്ന് കാല് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് 2 പ്രാവശ്യം കളിച്ച്. അത് കഴിഞ്ഞ് ഇയാൾ ബാത്റൂമിൽ പോയപ്പോൾ മുകളിലൊരു ആൾ കിടക്കുന്നുണ്ട്. അയാൾ കയറി ഒരു കളി കളിച്ച്. അപ്പോൾ ഇരുട്ടല്ലേ, പെണ്ണിന് മനസ്സിലായിട്ടൊന്നുമല്ല, ചെറിയൊരു ആലസ്യത്തിലാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിസ്കഷൻ. മോളെ, ഞാൻ ചുട്ട ദോശയിൽ മോൾക്ക് എത്രാമത്തെ ദോശയാണ് ഇഷ്ടമായത്? അത് പരിപാടിയാണ് ഈ ചോദിക്കണേ. അപ്പം പറഞ്ഞ് എനിക്ക് 3-ാമത്തെ ദോശയാണ് ചേട്ടാ ഇഷ്ടമായത്. അതിന് മോളെ ഞാൻ 2 ദോശയല്ലേ ചുട്ടുള്ളൂ. അപ്പോൾ മുകളിൽ കിടക്കണ ആൾ പറയണേ, കല്ല് ചൂടായി കിടക്കണേണ്ട ഒരു ദോശ ഞാനാ ചുട്ടത്, 3-ാമത്തെ ഞാനാ ചുട്ടത്. അതേപോലെ ഇവർ തമ്മിൽ പിടിയും വലി കളിക്കണ്ടെന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ട്രെയിനിൽ ആളുണ്ടെങ്കിലും കളിക്കാം. കാരണം ഒരു കാല് പൊന്തിച്ച് വെച്ച് സൈഡിൽ കിടന്ന സൈഡിൽ കൂടിയൊക്കെ കയറ്റാൻ പറ്റും. അങ്ങോട്ട് വഴി എത്ര കിടക്കണം വെച്ച്. അപ്പം എനിക്കിതൊക്കെ കാണാൻ സന്തോഷം, വേറെ ഫ്രീ ഷോ അല്ലേ. അങ്ങനെ ആ രാത്രി നേരം വെളുത്ത് ഒരു ടോയ്ലറ്റിലൊക്കെ പോയൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. ചായ കുടിക്കാൻ പുറത്തിറങ്ങണ ഏതോ സ്റ്റേഷനിലൊക്കെ നിർത്തിയപ്പോൾ അപ്പോൾ ഈ കൂലസ്ത്രീ എന്നോട് ചോദിക്കണേ, എന്ത് വൃത്തികേടാണ് അവർ കാണിക്കണത്, മനുഷ്യർക്കൊന്നും യാത്ര ചെയ്യണ്ടേ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഒറിജിനൽ കുലസ്ത്രീയാണ്. അപ്പം ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അവർ ചെയ്തോട്ടെ, ഇത് വൃത്തികേടാണ് നിങ്ങളോട് ആരാ പറഞ്ഞ്? ഈ ഭൂമിയിൽ ഇത്ര നല്ല പരിപാടി വേറെ എന്താ ഉള്ളത്? അവരാ എൻജോയ്മെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ. ഈ കുലസ്ത്രീക്ക് മതിയായി, ഏതാണ് ഈ കൂതറന്നല്ല മനസ്സിലായ? പിടിച്ചാലും വലുതാണ് ആളല്ലേ. അതും ഈ പ്രായമുള്ള ഒരാൾ ഇങ്ങനെ ഇതിനെപ്പറ്റി കമൻറ്റ് പറയുമെന്ന് തീരെയും വിചാരിച്ചിട്ടില്ല. കുലസ്ത്രീ ചിലപ്പോൾ വീട്ടിൽ പോയി അത് ഓർത്ത് വിരലിടും, അത് വേറെ കാര്യമാണ്. അതായത് അസൂയ, ശുദ്ധ അസൂയ. എനിക്ക് ആ പിള്ളേരോട് അസൂയൊന്നുമില്ല. അവളീ സദ്യ കാട്ടി തന്നത് ഇരുന്നതും എനിക്ക് നല്ല ഇഷ്ടമാണ് ആ കുട്ടികളെ. പക്ഷെ നാട്ടിലെത്താനാകുമ്പോൾ ഇവളൊക്കെ വേറെ പാൻറ്റൊക്കെ എടുത്തിട്ട് ഡീസൻ്റായി. ഷൊർണൂർ എത്തുന്നതിന് മുമ്പ് ഇവളൊക്കെ വേഷം മാറി. അപ്പോൾ ട്രാക്ക് സ്യൂട്ട് എടുത്തിട്ട്, കാരണം നല്ല ചരക്കുകളുടെ ഇടയ്ക്കാണല്ലോ പറഞ്ഞത്. സ്വന്തം നാടെന്ന് പറഞ്ഞാൽ അറിയാൻ വൃത്തിയിട്ട സദാചാരക്കാരുള്ള നാട് വേറില്ല കേരളം. ഇപ്പോൾ ട്രാക്ക് സ്യൂട്ട് എടുത്തിട്ട് ഒരു ഫുൾ കൈ ടീഷർട്ടൊക്കെ എടുത്തിട്ട് ഒരു നല്ല കന്യാസ്ത്രീയമ്മ. അപ്പോൾ തലേദിവസത്തെ അവളുടെ ഓറഞ്ച് കളറിലെ ഷഡ്ഡി, ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെത്തിയ വേറൊരു മാസ്ക് വെക്കേണ്ടി വരും. ആ ചേച്ചിനാണ് എനിക്ക്, ആ കുലസ്ത്രീനാണ് എനിക്ക് സത്യം പറഞ്ഞ സഹതാപ. അവർക്കെന്താ, അവരങ്ങോട്ട് നോക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ കിടന്ന് പറയും, ട്രെയിൻ ഓടുമ്പോൾ രാത്രി എന്താ ആൾക്കാർ ചെയ്യൽ? ഉറങ്ങും. ഇത് അങ്ങോട്ട് പാളി നോക്കി ഫാമിലി ആയിട്ട് പോകണവർക്ക് യാത്ര ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയുള്ളവർ യാത്ര ചെയ്യാണ്ടിരിക്കണ നല്ലത്. കാലം മാറി, ഇപ്പം എല്ലാ സംഭവം എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ വരെ പണി ബിസിനസ് ക്ലാസ്സിലുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടത്, ഞാൻ ബിസിനസ് ക്ലാസ്സിലൊന്നും യാത്ര ചെയ്തിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ. ഈ പരിപാടിയുടെ അത്ര രസമുള്ള ഏർപ്പാട് ഭൂമിയിലേതുള്ളത്. അതല്ല, എനിക്ക് ഇവരുടെ കാണിക്കലും പിടിക്കലും നമ്മളോട് പെട്ടെന്ന് ഒന്ന് അങ്കിളെ ഒന്ന് ഇങ്ങോട്ട് ഇരിക്കാവോ, അവളുടെ ഒരു വെളിച്ചെണ്ണ ചിരി, മയക്ക് ചിരി. ഞാനിങ്ങനെ നല്ല ഡയറക്ഷനിൽ വണ്ടി പോകണ ആ സീറ്റിലിരിക്കണം, ഇവൾക്കും വേണ്ടി ഞാൻ മാറിയിരുന്ന ഇവളുടെ ഒരു ചിരി ഭയങ്കര കോംപ്ലിമെൻ്റല്ല. പിന്നെ ഞാൻ ബാക്കിലേക്കാണ് യാത്ര ചെയ്യണത്. അവൾക്ക് ആൾ മാറിപ്പോയി. ആ വാശിക്കാണ് അവൾ എന്നെ കാട്ടി തന്നത്. അവൾക്കറിയില്ല ആരാണ് കാണിച്ചെന്ന്. അതൊക്കെ പോട്ടെ. ഇപ്പം തീവണ്ടിയിലെ പണി ഏറ്റവും എനിക്ക് ചാൻസ് കിട്ടിയത് മധ്യപ്രദേശിലാണ്. ഈ ഭോപ്പാൽ, ഝാൻസി ഈ ഏരിയയിൽ മിക്ക സമയത്തും ട്രെയിൻ കാലിയാവും. അവിടെ നിന്നാണ് ഞാൻ കളിച്ചിട്ടുള്ളത്. എന്താണ് ആ ട്രെയിൻ പോകുമ്പോൾ വെള്ളക്കളിൻ്റെ രസം, അയ്യോ, എല്ലാം അനുഭവിക്കണം. അപ്പോൾ നമസ്കാരം.